വെൽക്കം ബാക്ക് മൈ ഗൈസ്. ഈ വീഡിയോ എടുക്കണമെന്നോ അപ്ലോഡ് ചെയ്യണമെന്നോ വിചാരിച്ചതല്ല. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് വീട്ടമ്മമാർക്കും ഒരു സഹായമാവുമെന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ സഹായമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതാണ്. ഇതിൽക്ക് 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ 8 കുപ്പിയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലിക്വിഡൊക്കെ കൂടി ചേരുമ്പോൾ തന്നെ ഒരു 2 ലിറ്ററൊക്കെ എക്സ്ട്രാ വരും. അപ്പോൾ മൊത്തത്തിൽ ഇത് 10 ലിറ്ററാണ് ഉള്ളത്. ഇപ്പം 8 ലിറ്റർ വെള്ളത്തിലേക്ക് ഞങ്ങൾ 2 പാക്കറ്റ് കോസ്റ്റിക് സോഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഞങ്ങൾ ഷെയ്മാസ് വേൾഡ് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ട് മേടിച്ചത്. ഇത് 2 കിറ്റായിട്ടാണ് വരിക. 5 ലിറ്റർ എന്ന ലെവൽക്ക് 2 കിറ്റായിട്ടാണ് വരിക. ആ 2 കിറ്റിൽ 2ആയിട്ട് വരുന്നതാണ് ഈ കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 എണ്ണം ഉണ്ടാവും. ഇത് 8 ലിറ്റർ വെള്ളത്തിലേക്ക് 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ വടികളൊന്നും യൂസ് ചെയ്യരുത്. മരക്കഷ്ണത്തിൻ്റെ വടി യൂസ് ചെയ്തിട്ട് ഒരു സർക്കുലർ മോഷനിൽ ക്ലോക്ക് വൈസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ആവേശം കൂട്ടി ഇളക്കി കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്താ പറയുക, മെല്ലെ സ്ലോ ആയിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ ഒരു പത ഉണ്ടാവും. അങ്ങനെ കോസ്റ്റിക് സോഡ ഇട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ലിറ്റർ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 2 ബോട്ടിൽ 500 ml ലെവൽക്ക് ഒഴിച്ചു കൊടുക്കുക. 500 ml ലെവൽക്കാണ് ഉണ്ടാവുക. 2 കുപ്പിയായിട്ടാണ് കിറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തത്തിൽ ഇപ്പോൾ 9 ലിറ്റർ ആയിട്ടുണ്ടാവും ഈ ലിക്വിഡ്. വെള്ളം സ്ലറിയൊക്കെ കൂടി മിക്സ് ആകുമ്പോൾ ഇത് മൊത്തത്തിൽ 9 ലിറ്റർ ഉണ്ടാവും. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ സ്ലറി ഒഴിച്ചെടുക്കുമ്പോഴാണെങ്കിലും കോസ്റ്റിക് സോഡ ഇട്ടിട്ട് ഇളക്കി എടുക്കുമ്പോഴാണെങ്കിലും അതിന്നൊരു ചൂട് വരുന്നുണ്ട്. അപ്പോൾ ആ ചൂട് കൈമക്കോ അല്ലെങ്കിൽ മുഖത്തേക്കോ ആവാതെ ശ്രദ്ധിക്കുക. ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കാതെ മെല്ലെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ക്ലോക്ക് വൈസിൽ തന്നെ കലക്കി കൊടുക്കുക. ഇത് പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ വല്ലാണ്ട് കട്ടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാതിരിക്കുക. സ്റ്റീലിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബക്കറ്റിലോ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു പണി കൂടി ചെയ്യാണ്ട്. അപ്പോൾ ആ ലിക്വിഡ് എടുത്ത് വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അര ലിറ്റർ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് SLS പൗഡർ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഇത് നമ്മൾ കിറ്റ് മേടിക്കണ കൂട്ടത്തിൽ തന്നെ കിട്ടും. 2 കിറ്റായിട്ട് മേടിക്കണോണ്ട് 2 SLS പൗഡർ ഉണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഈ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതൊരു തരി പോലത്തെ ഒരു പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസോൾവ് ആവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാവും. ഇപ്പോൾ ഇത് ഏകദേശം നന്നായി കലങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ കലങ്ങിയിട്ടില്ല. മൊത്തത്തിൽ കലങ്ങിയാൽ ഈ രൂപത്തിലാണ് ആവുക. ഇപ്പോൾ ഈ SLS പൗഡർ നന്നായി മെൽറ്റായി വന്ന സ്ഥിതിക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLSൻ്റെ തന്നെ ജെല്ലാണ്. ഈ SLS ജെല്ല് എന്ന് പറയുമ്പോൾ ഇതും 2 പാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് തന്നെ ഈ SLSൻ്റെ ജെല്ല്, അതായത് SLS പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതാ നമുക്ക് തന്നിട്ടുള്ള പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ലെമൻ്റെ പെർഫ്യൂമാണ്. അപ്പോൾ ലെമൻ്റെയോ ഏത് പെർഫ്യൂമാണ് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അത് വെച്ചെടുക്കുക. അതും സ്വാഭാവികമായിട്ട് 2 ബോട്ടിലുണ്ട്, അപ്പോൾ രണ്ടും ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെമൻ്റെ ഫ്രാഗ്രൻസ് ആണ്, എസൻഷ്യൽ ഓയിലല്ല. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സ്ലറി ഒക്കെ ഒഴിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന ബക്കറ്റിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോഡിയം സൾഫേറ്റ് ആണ്. ഇതും 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് കട്ടില്ലാതെ വെള്ളം പോലെയാണ്. ഇനിയിപ്പോൾ ഈ സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുത്ത് ഇളക്കുമ്പോൾ എത്രത്തോളം കട്ടി വരുന്നുണ്ടെന്ന് ലൈവായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ 2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഇളക്കി വരുമ്പോൾ ഇതിൽ വരുന്ന ചേഞ്ചസ് കാണാം. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കട്ടി എത്രയായിരുന്നെന്നും ഇപ്പോഴത്തെ കട്ടി എത്ര ഉണ്ടെന്നും. അപ്പോൾ ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന 1/2 ലിറ്ററിൻ്റെ വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒറ്റയടിക്ക് വയ്ക്കരുത്, മെല്ലെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കളർ അത്ര നല്ല രസമില്ലല്ലേ. അപ്പോൾ ഇതേ കിറ്റിൽ തന്നെ നമുക്ക് തരുന്ന കളറാണ് ഈ റെഡ് ഓറഞ്ച് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇതുപോലെ ഒരു പാക്കറ്റ് 2 പാക്കറ്റും പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ കളർ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്, എന്താ പറയുക, നമുക്ക് കിറ്റിൽ കിട്ടുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നേരെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ലിക്വിഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഇളക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു രാത്രി ഇതങ്ങനെ വെക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആകുമ്പോഴത്തേനും ഇത് പെർഫെക്റ്റ്ലി കറക്റ്റ് ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ വീട്ടമ്മമാർക്ക് സഹായകരമാവുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു 8 ലിറ്റർ അല്ല 10 ലിറ്റർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വേണ്ടത്രത്തോളം കാലം ഉപയോഗിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ കിറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഷെയ്മാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതുപോലെ ട്രൈ ചെയ്യുക. നമ്മളിങ്ങനെ കടയിൽ പോയി മേടിക്കണേക്കാളും നമുക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടാവില്ലേ നമ്മൾ സ്വന്തം കൈയ്യേറ്റ് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ പിന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒട്ടും എന്താ പറയുക ഹാംഫുൾ അല്ല. പിന്നെ ഞങ്ങൾക്ക് കളർ അത്ര വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഇത്തിരി ഫുഡ് കളർ കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ മിക്സ് ചെയ്തതെന്ന് വിചാരിച്ചൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ പറയുക കളറ് കയ്യിൽ പിടിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കളർ കൂടി അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ വീഡിയോയിൽ കാണിക്കണ അത്രയും ബുദ്ധിമുട്ടില്ല. നമ്മളെ ടൈം എടുത്ത് ചെയ്യാച്ചാൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല.
വീഡിയോയിൽ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നമ്മൾ ടൈം അധികമല്ല, നമ്മൾ ചെയ്യാനുള്ള ടൈമും വെക്കാനുള്ള ടൈമും അത്രേ ഉള്ളൂ. ഇത്ര കൂടുതൽ ടൈം ഇതാക്കൊന്നും വേണ്ട, നമ്മൾ ചെയ്യണതിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് എന്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന് രാത്രി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതാണ് രൂപം. ഈ ഒരു കട്ടിയുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കുപ്പിയിലാക്കി. ഇപ്പോൾ വിമ്മിൻ്റെ കുപ്പിയിൽ തന്നെ 2 കുപ്പിയും പിന്നെ ഒരു ഡിറ്റർജൻറ്റിൻ്റെ കുപ്പിയുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിലാക്കിയപ്പോൾ അതിൽ 2-3 കുപ്പിയുണ്ട്. മണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കളറുടെ കാര്യത്തിലാണെങ്കിലും പതയുടെ കാര്യത്തിലാണെങ്കിലും ഒരു രക്ഷയില്ല. സംഭവം സെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.